2014 മോദി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യ തീരുമാനത്തെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജി. ഒരു ബെഞ്ച് മുഴുവൻ എതിർത്തപ്പോഴും തന്റെ തീരുമാനത്തെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രധാനമന്ത്രി നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയി എന്നും അത് വലിയ വിപത്ത് സൃഷ്ടിച്ചു എന്നും അവർ പറഞ്ഞു വെക്കുന്നത്. പൊരിവെയിലത്ത് നീണ്ട വരികളായി സ്വന്തം വിയർപ്പിന്റെ മൂല്യം പണമായി വാങ്ങാൻ മനുഷ്യൻ ബാങ്കിന് മുന്നിൽ നിന്നത് ഇന്നും ആരും മറന്നിട്ടില്ല. ഫീസ് അടയ്ക്കാനും വീട് പണിക്കും ഹോസ്പിറ്റൽ ആവശ്യത്തിനും കല്യാണം അങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങൾ അനവധിയായി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ഒരു രാത്രി നോട്ട് നിരോധനം വരുന്നത്. ആ നോട്ട് നിരോധനത്തിനോടുള്ള തന്റെ വിയോജിപ്പിനുള്ള കാരണം പരസ്യമാക്കി സുപ്രീം കോടതി ജഡ്ജി ഇപ്പോൾ ജസ്റ്റിസ് BV നാഗരത്ന രംഗത്ത് വരികയാണ്. നോട്ട് നിരോധനം നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഭിന്നവിധി പുറപ്പെടുവിച്ചത് നാഗരത്നയായിരുന്നു. സാധാരണക്കാരന്റെ വേവലാതികളും പ്രയാസവും തിരിച്ചറിഞ്ഞാണ് താൻ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ നിയമവിരുദ്ധമെന്ന് വിമർശിച്ചതെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കള്ളപ്പണം തുടച്ചു നീക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ നോട്ട് അസാധുവാക്കലിന്റെ ബലം ലക്ഷ്യത്തിലെത്തിയില്ലെന്നും അവർ ആവർത്തിച്ചു പറയുന്നു. 2016 നവംബർ 8 എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കറൻസിയുടെ 86% 500, 1000 രൂപ നോട്ടുകളായിരുന്നു. ദൈനംദിന ആവശ്യ വസ്തുക്കൾക്കായി നോട്ടുകൾ മാറ്റി വാങ്ങേണ്ടി വന്നു. ഒരു തൊഴിലാളിയെ സങ്കല്പിക്കുക. 98% കറൻസിയും തിരികെ വന്നു. അപ്പോൾ കള്ളപ്പണ നിർമ്മാർജ്ജനത്തിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നോട്ട് നിരോധനത്തിന് ശേഷം ആദായ നികുതി നടപടികളുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു സാധാരണക്കാരന്റെ പ്രയാസമാണ് തന്നെ ഉണർത്തിയത് എന്നും നോട്ട് നിരോധനത്തോട് വിയോജിക്കാൻ ഇടയാക്കിയതും ഇതേ കാര്യമാണ് എന്നും നാഗരത്ന പറയുന്നുണ്ട്. വിധി പറയുന്ന ബെഞ്ചിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഹൈദരാബാദിലെ നൽസർ നിയമ സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു നാഗരത്നയുടെ പ്രതികരണം. 500, 1000 നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സുപ്രീം കോടതി ഭിന്നവിധിയായിരുന്നു പുറപ്പെടുവിച്ചത്. 2016 നവംബർ 8 നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പൂർത്തിയാക്കിയ ഉത്തരവുകൾ നിയമസാധുതയുള്ളതെന്നായിരുന്നു ജസ്റ്റിസ് S. അബ്ദുൾ നസീർ, BR ഗവായ്, A.S. ബൊപ്പണ്ണ, V. രാമസുബ്രഹ്മണ്യൻ എന്നിവരുടെ അഭിപ്രായം. എന്നാൽ ജസ്റ്റിസ് BV നാഗരത്ന മാത്രമാണ് ഭിന്നവിധി പുറപ്പെടുവിച്ചത്. നിയമനിർമ്മാണത്തിലൂടെയായിരുന്നു നോട്ട് നിരോധനം നടപ്പിലാക്കേണ്ടത് എന്നായിരുന്നു ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണവും. റിസർവ് ബാങ്കിന്റെ ചട്ടത്തിനനുസൃതമായല്ല കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്നും ജസ്റ്റിസ് നാഗരത്ന പ്രസ്താവിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ പറയുന്നത് മോദി നിങ്ങളുടെ ആദ്യ തീരുമാനം തന്നെ തെറ്റായിരുന്നു എന്ന്.